ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ ചാപ്റ്റർ 1ന്റെ റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ +2ലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ ഒരു റിവിഷൻ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനിയിപ്പോൾ നമുക്കറിയാം, നമുക്ക് +2ൻ്റെ മോഡൽ എക്സാം വരുവാണ്. മോഡൽ എക്സാം കഴിഞ്ഞ് ആനുവൽ എക്സാം വരുവാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് പിന്നെ ഇതിൽ നിന്നും ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, Q ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് റിവിഷൻ പോലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ചാർജും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മൊത്തത്തിൽ പഠിച്ചത്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണെന്ന് അറിയാം. പിന്നെ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബ് ആണ്. അത് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് 1 മാർക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കൂളോംബാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരുന്നത്. അത് നമ്മുടെ എക്സ്പ്രഷൻ ഡെറിവേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ ക്വസ്റ്റ്യനും അതെങ്ങനെ ചെയ്യേണ്ടതും ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. എന്താണ് ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ? ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ 2 ചാർജുകൾ, അതായത് ഒരു +Q -Q ഏതെങ്കിലും 2 ചാർജുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? +Qവും -Q ചാർജുള്ളത്, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ എന്താണ്, അത് പ്ലസും മൈനസും ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും. അങ്ങനെയുള്ള അങ്ങനെയുള്ള ചാർജുകൾ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് കൊണ്ട്, ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസ് കൊണ്ട് അതിനെ വേർതിരിച്ചിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആ ഒരു ഇലക്ട്രിക് ഡൈപോളിലെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 ചാർജുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ലൈനാണ്. അപ്പോൾ അതിലിങ്ങനെ പോകുമ്പോൾ അവിടെ ഈ ആക്സിയൽ ലൈനിൽ നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. അപ്പോൾ ഈ ആക്സിയൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫിഗർ വരയ്ക്കണം. ഇത് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് ഒരു വൃത്തിക്കൊരു ഫിഗർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആ ഫിഗർ എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഡൈപോളിൽ പഠിച്ചു, എന്താണ്, 2 ചാർജസ് ഉണ്ടായിരിക്കും. -Q എന്ന് പറഞ്ഞ ഒരു ചാർജും ഉണ്ട്. ഓക്കെ, അതിനെ ഒരു ഡിസ്റ്റൻസ് 2a കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ +Q എന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് ആക്സിയൽ ലൈൻ. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് Q എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു പോയിന്റ്, അപ്പോൾ ഇതാണ് ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞു. ആ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതിന് ജസ്റ്റ് ഞാനൊന്ന് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഇവിടെയാണ് ഞാൻ ആ പോയിന്റ് എടുക്കുന്നത്. ആ പോയിന്റിന് ഞാൻ P എന്ന് മാർക്ക് ചെയ്തു. P എന്നാണ് ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഈ Pയിൽ നിന്ന് ഈ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ നടുക്കുന്ന് ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡിസ്റ്റൻസിന് ഞാൻ R എന്ന് എടുക്കുവാണ്. ഓക്കെ, ഇതിനെ R എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഞാനിവിടെ ഈ പോയിന്റിൻ്റെ ഇവിടെ ഈ A എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ B എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും 2a ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് 2a ആണ്. അത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് ഇവിടത്തുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവ തമ്മിലുള്ള, അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം ഇത്രയും 2a ആണ്. അപ്പോൾ ഇത്രയും എത്രയായിരിക്കും? a ആയിരിക്കും അല്ലേ? ഇവിടെയും a + a അല്ലേ 2a, അതായത് 2a നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2a നെ ഡിവൈഡ് ചെയ്ത് നമ്മൾ
രണ്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പം 2a ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 2 ക്യാൻസൽ ആവും a. അപ്പോൾ ഇവിടെ എയും ഇവിടെ എയും ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഈ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോർഷൻ. അപ്പോൾ ഡൈപോളിലാണ്, ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ എന്ത് പറഞ്ഞു, ക്യൂ ചാർജ് സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് സൈൻസ്. അപ്പോൾ -q + q എന്ന് പറഞ്ഞ് 2 പോയിന്റ് എടുത്തു. ആ പോയിന്റിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു, ആക്സിയൽ ലൈനാണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. അപ്പോൾ 2a ആകുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എയും ഇവിടെ എന്ന് കിട്ടും. ഇവിടെ ഡിസ്റ്റൻസ് ഈ സെൻറ്ററിൽ നിന്ന് ഈ പി നമ്മളെടുത്ത ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇത്രയും നമ്മൾ ആദ്യം ഫിഗർ അറിഞ്ഞിരിക്കണം. ഇനി ഈ പറഞ്ഞതെല്ലാം അതൊന്ന് എഴുതി വെക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്തത്, ഇതിലെല്ലാം ഓരോന്നും എന്താണെന്ന് നമ്മൾ എഴുതി ഫലിപ്പിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ആദ്യം ഫിഗർ വരച്ചു, ഇനി ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താണെന്ന് എഴുതി ഫലിപ്പിക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ എഴുതാം. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇതല്ലേ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോളിനെ ഒരു ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ പരിഗണിക്കുക. അതിൻ്റെ ലെങ്ത് ഇത്രയാണ്, 2a ആണ് ലെങ്ത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഡൈപോൾ ഓഫ് ചാർജ് q at a distance 2a അല്ലേ. ഡൈപോൾ ഓഫ് ചാർജ് q ആൻഡ് എങ്ങനെ എഴുതാം, ലെങ്ത് 2a എന്ന് എഴുതാം, 2a. ഓക്കെ, അപ്പോൾ ഈ ഡൈപോൾ എന്നും പറഞ്ഞു, ലെങ്തും പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തെന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഈ പോയിന്റിനെ കുറിച്ച് പറയണം. അപ്പോൾ എങ്ങനെ എഴുതാം, ലെറ്റ് p be the point on the axial line. അപ്പോൾ ലെറ്റ് p be the point on the axial line. ഈ ആക്സിയൽ ലൈനിലെ പോയിന്റ് p ആണ്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ദ സെൻറ്റർ ടു p അല്ലേ. അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന്, ആ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ഒരു p എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ പോയിന്റ് ആണിത് എന്ന് നമ്മൾ എഴുതി പഠിപ്പിക്കുക. അപ്പോൾ അതെങ്ങനെ എഴുതാം, ലെറ്റ് ആയിക്കോട്ടെ, ലെറ്റ് p എന്നിരിക്കട്ടെ, ലെറ്റ് p be the point. എവിടെയാണ് പോയിന്റ് എടുത്തത്, പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് പറയേണ്ട അകലം, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, r അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ഏതിൽ നിന്നും ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എന്നെടുക്കാം, ഓക്കെ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യവും പറഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ഈ +q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും, -q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് എഴുതാം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p. അപ്പോൾ ഈ p എന്ന് പറയുന്ന പോയിന്റിൽ ഈ +q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും, ഈ -q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ എങ്ങനെ എഴുതാം, ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ തീവ്രത. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രത എത്രയാണ്, ഈ p എന്ന് പറയുന്ന പോയിന്റിൽ ഈ +q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രത എത്രയാണ്, -q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രത എത്രയാണെന്നാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു +q ചാർജും ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു -q ചാർജ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q ചാർജ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, +q ചാർജ് ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് എടുക്കാം. നമുക്കത് E1 = നമുക്ക് ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 1/4πε0. അപ്പോൾ ആദ്യം നമുക്ക് അതിലറിയാം 1/4πε0 ആദ്യമേ എഴുതും. പിന്നെ ഇവിടെ എന്താണ് ചാർജ്, എന്താണ് q ഡിവൈഡഡ് ബൈ ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, അപ്പോൾ ഇവിടെ നിന്ന് ഈ p വരെ, അപ്പോൾ +qൽ നിന്ന് p വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ +qൽ നിന്ന് p വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷെ നമുക്ക് സെൻറ്ററിൽ നിന്ന് r വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് p വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയേണ്ട ഈ ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ നമുക്ക് ഈ മൊത്തം r ൽ നിന്ന് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് നേരത്തെ കണ്ടുപിടിച്ചില്ലേ, a ആണെന്ന്.
അപ്പോൾ ഈ മൊത്തം ആറിൽ നിന്ന് ഈ എ അങ്ങ് കുറച്ചാൽ പോരെ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പറയുകയാണ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എത്രയെന്ന് കണ്ടുപിടിക്കുക? ഈ 10ൽ നിന്ന് 3 കുറയ്ക്കൂലേ? അതേപോലെ ഇവിടെ മൊത്തം 6 തന്നിട്ടുണ്ട്, ഇത്രയും ഭാഗം എയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ r മൈനസ് എ എന്ന് എഴുതാം അല്ലേ? r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ r മൈനസ് എ ദ ഹോൾ സ്ക്വയറിന് ഇക്വേഷൻ കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. ഇനി അതുപോലെ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എലോങ് എ പി എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. എലോങ് വെക്റ്റർ എ പി എന്ന് പറഞ്ഞ് എഴുതാം, ഇങ്ങോട്ടല്ലേ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അടുത്തിനി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് നോക്കണം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ ചാർജ്. അപ്പോൾ മൈനസ് ക്യൂ ചാർജ് ആകുമ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? E2 = ഇവിടെ നമുക്ക് E2 എന്ന് എടുക്കാം. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ കാരണമാകുമ്പോൾ 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? മാറും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് നമുക്ക് ഏത് മുതലാണ്? ഈ പി മുതൽ ഇതുവരെ വേണം, മൈനസ് ക്യൂ വരെ. അപ്പോൾ ഇത്രയും വേണം അല്ലേ? അപ്പോൾ നമുക്ക് പി മുതൽ ഈ സെൻറ്റർ വരെ അറിയാം 6 എന്ന്. അപ്പോൾ ഇവിടെ ഇത്രയും കൂടെ കണ്ടുപിടിച്ചാൽ അതുകൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസിനെ r+a എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെ മാറും? E2 എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ r+a ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? E2 = 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ r+a ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, ഇതെങ്ങോട്ടാണ്? ഇതപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എലോങ് പി ബി, ഇതാ ഇവിടെ നിന്ന് അല്ലേ? പി ബി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എലോങ് വെക്റ്റർ പി ബി എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫിഗർ വരച്ചു, പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി. എന്നിട്ട് ഈ ഒരു പോയിന്റ് കാരണം ഈ ഒരു പ്ലസ് ക്യൂ ചാർജ് കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എഴുതും. അടുത്ത് മൈനസ് ക്യൂ കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതും. ഇനി എന്ത് ചെയ്യും? നമുക്കവിടെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? E1 നിന്ന് E2 കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്താണ്? അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുമ്പോൾ E = E1 - E2 എന്ന് കാണണം. അതായത് ഇതിൽ നിന്ന് ഇതങ്ങ് കുറയ്ക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ബാക്കിയെല്ലാം ഒന്ന് റബ്ബ് ചെയ്യുവാണേ. അപ്പോൾ നമുക്ക് എങ്ങനെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇങ്ങനെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദ ഡൈപോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? E = റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിന് E = E1 - E2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു 1/4π, അവിടെ നമുക്ക് നേരത്തെ അടുത്തുനിന്ന് എഴുതാം 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r-a ദ ഹോൾ സ്ക്വയർ എന്നും അതേ മൈനസ് ഇവിടെ എന്ത് ചെയ്യും? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ r+a ദ ഹോൾ സ്ക്വയർ എന്നും കിട്ടും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ രണ്ടിടവും കോമൺ ആയിട്ട് ഉള്ളത് 1/4πε0യും 1/4πε0 ഇവിടെ രണ്ടിടവും ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടിടവും ഉള്ളതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? 1/4πε0. പിന്നെ വേറെന്തുണ്ട് കോമൺ ആയിട്ട്? ക്യൂ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ക്യൂവിനെയും പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? ക്യൂവിനെയും ഇവിടെ പുറത്തെടുത്തു. 1 × Q എന്താവും? ക്യൂ. അപ്പോൾ Q/4πε0 നമുക്ക് പുറത്തെടുക്കാം. ബാക്കി എന്ത് കിട്ടും? ബാക്കി നമുക്ക് എഴുതാം 1/ ഇവിടെ ക്യൂ പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഡിവൈഡഡ് ബൈ r-a ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ r+a ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയ മനസ്സിലായല്ലോ? അതായത് രണ്ടിലും കോമൺ ഉള്ളതിന് പുറത്തെടുത്ത് ബാക്കിയുള്ളതിന് സെപ്പറേറ്റ് അങ്ങ് എഴുതി ഒരു ബ്രാക്കറ്റിനകത്ത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ Q/4πε0 അതുപോലെ എഴുതും. ഇനി ഇതിനകത്ത് സോൾവ് ചെയ്യണം. ഇതെങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു ഇത് 1 ഇൻറ്റു ഇതേ
അടുത്ത് നടുക്കുള്ള ചിഹ്നം അതുപോലെ എഴുതും. അതുപോലെ ഇവിടെ 1 ഇവിടെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് കഴിഞ്ഞിട്ട് നടുക്ക് ഏത് ചിഹ്നമാണോ ഉള്ളത് അത് അടുത്ത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഡിവിഷൻ ഫോമിൽ ഇങ്ങനെ തന്നാൽ, അതായത് ഈ ഓപ്പോസിറ്റ് ഉള്ളത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നടുക്കേത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്, അല്ലെങ്കിൽ പ്ലസ് ആയിരുന്നെങ്കിൽ പ്ലസ് ഇടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു ഡിവൈഡഡ് ബൈയുടെ അകത്ത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഓക്കെ, അങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 × r + a ഹോൾ സ്ക്വയർ. 1 കൊണ്ട് ഏതൊരു സംഖ്യയും ഗുണിച്ചാൽ അത് തന്നെയാണ്. അതുപോലെ 1 × r + a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? r + a ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ഈ നടുക്കുള്ള ചിഹ്നം മൈനസ്, അത് കഴിഞ്ഞ് ഇത് 1 × r - a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 കൊണ്ട് ഏതൊരു സംഖ്യയും ഗുണിച്ചാൽ അത് തന്നെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? r - a ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് ഹോൾ ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിക്കും. അപ്പോൾ എങ്ങനെ എന്ത് കിട്ടും? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എളുപ്പത്തിന് വേണ്ടിയിട്ട് r - a × r + a എന്ന് പറഞ്ഞിട്ട് രണ്ടിനും കോമൺ ആയിട്ട് സ്ക്വയർ ഇല്ല. അപ്പം നമുക്ക് മൊത്തത്തിലൊരു സ്ക്വയർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? r - a × r + a ഹോൾ സ്ക്വയർ. ഇത് രണ്ടിനും ബാധകമായ ഈ സ്ക്വയറിന് ഞങ്ങൾ ഇങ്ങനെ ഇട്ടു. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നോക്ക്, ഇവിടെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? a + b ഹോൾ സ്ക്വയർ. എന്തേ a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a + b ഹോൾ സ്ക്വയർ = a² + 2ab + b². ആ ഫോമിലല്ലേ കിടക്കുന്ന എക്കും ബിക്കും പകരം ഇവിടെ ആറും എയും വന്നു. അപ്പോൾ r + a ഹോൾ സ്ക്വയർ. അപ്പോൾ r + a ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? r². a² എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയറിന് പകരം എക്ക് പകരം ഇവിടെ 6 കിടക്കുന്നതുകൊണ്ട് നമുക്ക് r² എന്ന് എഴുതാം. ഓക്കെ, which is equal to q/4πε0 × r². ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം ആ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ a + b നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് a + b ഹോൾ സ്ക്വയർ = a² + 2ab + b². അപ്പോൾ നമുക്കിവിടെ r + a ഹോൾ സ്ക്വയർ ആണെങ്കിലോ, r + a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? r + a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ a² പകരം എയുടെ സ്ഥാനത്ത് കിടക്കുന്ന r². അപ്പോൾ r² + 2 × എയുടെ സ്ഥാനത്തിന് പകരം ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന r. 2 × r. അടുത്ത് ബിയുടെ സ്ഥാനത്തിന് പകരം ഇവിടെ എന്താ? ബി തന്നെയാണ്. ഇവിടെ ബി അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? എ അല്ലേ? a 2ra, അതായത് ഇതേ ഇത് പ്ലസ് b² എന്ന് വെച്ചാൽ ഇവിടെ കിടന്നതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ കിടക്കുന്നതിൻ്റെ സ്ക്വയർ ഏതാ? a². മനസ്സിലായോ? അതിന് നമ്മൾ ഈ r + a ഹോൾ സ്ക്വയറിന് പകരം ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ r² + 2ra + a². ഇനി മൈനസ് കിടക്കുന്നുണ്ട്, ബാക്കി നമുക്കൊരു ബ്രാക്കറ്റിനകത്ത് എഴുതാം. എന്ന് വെച്ചാൽ ഈ മൈനസിന് നമുക്ക് ഇനി അടുത്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു ബ്രാക്കറ്റിനകത്ത് എഴുതാം. ഓക്കെ, അതുപോലെ r - a ഹോൾ സ്ക്വയർ. അപ്പോൾ a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. അതുപോലെ തന്നെ a - b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല, മറ്റതുപോലെ തന്നെ, പക്ഷേ ഈ പ്ലസ്സിന് വരെ ഒരു മൈനസ് വരും, ബാക്കിയെല്ലാം അതുപോലെ. അപ്പോൾ a² - 2ab + b² എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r - a ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? r - a ഹോൾ സ്ക്വയർ. എക്കും ബിക്കും പകരം ആറും എയും വന്നു. അപ്പോൾ എയുടെ സ്ഥാനത്തെല്ലാം 6 ആക്കുക, ഈ ബിയുടെ സ്ഥാനത്തെല്ലാം a ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ a² എന്ന് പറയുമ്പോൾ r² - 2ab എന്ന് പറയുമ്പോൾ 2ra + b² എന്ന് പറഞ്ഞാൽ a². ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് ഈ r - a ഹോൾ സ്ക്വയറിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും r² - 2ra + a². ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ നോക്ക്, ഇനി വേറൊരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ r. അപ്പോൾ ഇവിടെ വേറൊരു ഇക്വേഷൻ ഉണ്ട് a + b × a - b = a + b × a² - b². അടുത്തൊരു ഇക്വേഷനാണ് a + b × a - b = a² - b² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയൊക്കെ അതേ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്, ഒന്ന് തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. r + a × r - c a. അപ്പോൾ എങ്ങനെ എഴുതാം?
ഇതിൽ നമുക്ക് തിരിച്ചൊന്ന് എഴുതാം ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ അല്ലേ. അപ്പോൾ അതാ ഈ ഫോമിലല്ലേ എ പ്ലസ് ബിക്ക് വരെ ആർ പ്ലസ് എ, അത് കഴിഞ്ഞ് അതിൻ്റെ മൈനസ് എ മൈനസ് ബിക്ക് വരെ ആർ മൈനസ് എ. അപ്പോൾ ഇങ്ങനെ എഴുതും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ എ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താവും ആർ സ്ക്വയർ മൈനസ് എന്ത് ചെയ്യും എ സ്ക്വയറിന് കിട്ടും അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് കിട്ടും, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, പിന്നെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് ഇവിടെ കണ്ടോ മുകളിലൊരു സ്ക്വയർ, അപ്പോൾ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ, ക്ലിയർ. ഓക്കെ, ആദ്യം കോമൺ ആയിട്ടുള്ളതിനെ പുറത്തെടുത്തു, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, എന്നിട്ട് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു, എക്സ്പാൻഡ് ചെയ്തു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുകളിൽ മായ്ക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ അത് ഒന്ന് കിട്ടാൻ, ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി അത് ഇപ്പോൾ റബ്ബ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി നോക്കിക്കേ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഇവിടെ എന്താണ് ക്യൂബൈ. അപ്പോൾ അതുപോലെ എഴുതുക ക്യൂബൈ 4πε0, അതുപോലെ എഴുതുക ക്യൂബൈ 4πε0, പിന്നെന്താണ് ഇൻറ്റു ഇവിടെ അതുപോലെ എഴുതാം ആർ സ്ക്വയർ പ്ലസ് 2RA പ്ലസ് എ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മൈനസിന് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഈ മൈനസിന് നമ്മൾ അകത്തോട്ട്, അപ്പോൾ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ഇതിനും ബാധകമാണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മൈനസ് ഇൻറ്റു ആർ സ്ക്വയർ എന്താവും മൈനസ് ആർ സ്ക്വയർ, മൈനസ് ഇൻറ്റു മൈനസ് എന്താവും പ്ലസ് ആവും. അതൊക്കെ അറിയല്ലോ, ഇവിടുത്തെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് കഴിഞ്ഞിട്ട് ഈ 2R പ്ലസ് 2R ആവും. ഇനി ഈ മൈനസ് ഇൻറ്റു പ്ലസ് എന്താവും മൈനസ് ആവും, മൈനസ് എ സ്ക്വയർ എന്നാവും. ഓക്കെ, അതേ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇവിടെ ഇതിനെ മൈനസ് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, നമുക്കിത് വേണ്ട, ഇതങ്ങ് മാറ്റി കളയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കോ. ഇവിടെ തന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്ട്, ഇവിടെ ഒരു പ്ലസ് ആർ സ്ക്വയർ ഒരു മൈനസ് ആർ സ്ക്വയർ ഉണ്ട്, അപ്പോൾ വെട്ടിപ്പോ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു RA ഉണ്ട് കേട്ടോ, ഞാൻ മറന്നു പോയിട്ട്. ഓക്കെ, അടുത്ത് ഇവിടെ പ്ലസ് എ സ്ക്വയർ ഉണ്ട് മൈനസ് എ സ്ക്വയർ ഉണ്ട്, ഇത് അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ. പ്ലസ് എ സ്ക്വയറും മൈനസ്, അതായത് എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ പോകുമ്പോൾ 0, ഇവിടെ ആർ സ്ക്വയറിൽ നിന്ന് ആർ സ്ക്വയർ പോയി 0, അപ്പോൾ അതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇനി അടുത്ത് എത്രയാണ് പ്ലസ് 2RA പ്ലസ് 2RA. അപ്പോൾ 2RAയും 2RAയും രണ്ടും എത്രയാണ്, അപ്പോൾ 4 RA ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ എങ്ങനെ എഴുതാം ക്യൂബൈ 4πε0, ഇവിടെ എങ്ങനെ എഴുതും 2RAയും 2RA എന്ന് പറയുമ്പോൾ 4RA ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇനിയും കുറച്ചുകൂടെ നമുക്ക് ഈ ക്യൂബൈ 4πε0, ക്യൂബൈ 4πε0നെ നമുക്ക് ഈ 4RAയിൽ ഈ 4 നമുക്ക് 2 × 2 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ, ഇല്ല, 2 × 2. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇൻറ്റു ഈ 4 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 2 × 2 എന്ന് എഴുതി, 2 × 2 × R × A ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളിവിടെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്, നമ്മൾ ചാപ്റ്റർ പഠിച്ചതാണ്. വെക്റ്റർ P ഈക്വൽ ടു എന്താ ഇക്വേഷൻ, നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റിവിഷൻ ആയതുകൊണ്ട് ഞാനിത് ഇമ്പോർട്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇതൊക്കെ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. വെക്റ്റർ P എന്താണ് ഇക്വേഷൻ, വെക്റ്റർ P ഈസ് ഈക്വൽ ടു P വെക്റ്റർ ഈസ് ഈക്വൽ ടു Q × 2A എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, Q × 2A എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഒരു Q ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു Aയും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കൂടെ എന്താവും P ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ 2 × Q × A കൂടെ ചേർന്ന് എന്തായിട്ട് മാറും P ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറും, ഓക്കെ, അപ്പോൾ ഇതങ്ങ് എന്തായിട്ട് മാറും Qയും 2യും Aയും കൂടെ ചേർന്ന് P വെക്റ്റർ ആവും. അപ്പോൾ നമുക്ക് ഈ Q പോയി, അപ്പോൾ ബാക്കി എങ്ങനെ എഴുതാം 1/4πε0 ഇൻറ്റു ഇവിടെ എന്താണ് ഒരു 2 ഉണ്ട്, ഒരു 2 പോയി, ബാക്കി 2, ഒരു 2 ഇൻറ്റു ഈ Q 2A ഇത്രയും കൂടെ ചേർന്ന് എന്താവും വെക്റ്റർ P, പിന്നെ ഇവിടെ ഒരു R ഉണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാറുണ്ട്.
ഇനി അടുത്ത് ഇഫ് ആർ എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 2a വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ ഈ എ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഈ എങ്ങനെ എഴുതാം? E = എന്താ 1/4πε0 ഇൻറ്റു 2p വെക്ടർ p ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ഈ ഇതിനെ എയുടെ അങ്ങ് ടേം അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ r സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? 2 × 2 ആണ് അല്ലേ? ഈ 2 സ്ക്വയർ. അപ്പോൾ r⁴ എന്നാവും. അപ്പോൾ ഇവിടെ r⁴ എന്നാവും. അപ്പോൾ നമുക്ക് ഇവിടത്തുള്ള ഒരു ആറും ഇവിടത്തുള്ള ഒരു ആറും ക്യാൻസലായി പോവും. അപ്പോൾ 1/4πε0 ഇൻറ്റു 2p ഡിവൈഡ് ബൈ r³ എന്ന് കിട്ടും. ഇഫ് ആർ മച്ച് ഗ്രേറ്റർ ദാൻ എന്താണ് 2a കൂടുതലാണെങ്കിൽ നമ്മൾ എ എന്ന് പറഞ്ഞ ആ ടൈം ക്യാൻസലാവും. അപ്പോൾ ഇതങ്ങ് പോയി കഴിയും അല്ലേ? ഇതങ്ങ് പോകുമ്പോൾ ബാക്കി എന്താ? r സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. r സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു ഇത് ചെയ്യുക. 2 × 2 r⁴ കിട്ടും. അപ്പോൾ r⁴ എഴുതി. അപ്പോൾ ഇവിടെ മുകളിലൊരു ആറുണ്ട്, ഇവിടുത്തെ ഒരു ആറുമായിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ബാക്കി ഇവിടുത്തെ 6 പോയി. ബാക്കി ഈ r⁴ 4 1 പോകുമ്പോൾ ബാക്കി 3 ആവും. അപ്പോൾ r³ എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മോഡൽ എക്സാമിന് തന്നെ ഈ ചാപ്റ്ററിന് വന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നിട്ട് പറഞ്ഞു അത് രണ്ടും എ പാർട്ടും ബി പാർട്ടും ഉണ്ട് കേട്ടോ. ഇതിൽ എ പാർട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ഷേപ്പ്. അപ്പോൾ പറയുവാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് പറയുന്നത് ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ, ശരിയാണോ തെറ്റാണെന്ന് പറയാനാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ഷേപ്പ്. അത് ശരിയല്ലേ? സൈസോ ഷേപ്പോ ഒന്നും പരിഗണിക്കാതെ ഏത് ക്ലോസ്ഡ് സർഫസിലും ഗോസസ് ലോ എന്ന് വെച്ചാൽ ട്രൂ ആണ്, സത്യമാണ്. അപ്പോൾ അതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് ട്രൂ എന്ന് എഴുതാം. 2 അത് ഗോസസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗോസസ് ലോ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഗോസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ആസ് ഇൻ കൂളോംസ് ലോ. അല്ല, ഇൻവേഴ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗോസസ് ലോ? ഇൻവേഴ്സ് സ്ക്വയർ. അപ്പോൾ ഇൻവേഴ്സ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസിനല്ലേ r എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ഇനി അടുത്ത് ബി പാർട്ടിൽ വന്നിട്ട് അതിൻ്റെ ബി പാർട്ടിൽ എന്ന് വെച്ചാൽ യൂസിങ് ഗോസസ് ലോ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ. അപ്പോൾ അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ, മറ്റേ രണ്ടും 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. നമ്മുടെ എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡെറിവേഷനാണ്. അപ്പോൾ അതും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക? യൂസിങ് ഗോസസ് ലോ. അപ്പോൾ ഗോസസ് ലോ ഉപയോഗിച്ച് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ കണ്ടെത്തുക. എന്താണ്? ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ എന്താണ്? നേരത്തെ ആണെങ്കിൽ നമ്മൾ പോയിന്റ് ചാർജ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ പറയുവാണ് ഗോസസ് ലോ ഉപയോഗിച്ച് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ യൂണിഫോംലി ചാർജ് ചെയ്തിട്ടുള്ള ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് വെച്ചിട്ടുള്ള അവിടുത്തെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടെത്താനാണ് പറയുന്നത്. അത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ഗോസസ് ലോ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിനൊരു ഫിഗർ ഉണ്ട്, അത് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഞാൻ അത്ര വരയിൽ നല്ല പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നന്നായിട്ടൊന്ന് വരച്ച് പഠിക്കണം ആ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഗാസിയൻ സർഫസ് ഏതാണ്? ഈ തുളച്ച് കയറിയിരിക്കുന്ന ഈ ഭാഗം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഗാസിയൻ സർഫസ് എന്ന് പറയുന്നത് പാരലലോ പൈപ്ഡ് ക്രോസ് സെക്ഷൻ ഓഫ് എ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗാസിയൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ തുളച്ച് കയറി വരുന്ന ഈ ഭാഗം ഇത്. ഓക്കെ, ഇനി ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫിഗറിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ടേ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ആ സ്റ്റെപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഫിഗർ വരയ്ക്കുക, പിന്നെ ഫിഗർ വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് എടുത്തെഴുതുക. അതാണ് സെക്കൻഡ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഗോസിയൻ സർഫസ് ചെയ്തെന്ന് പറഞ്ഞു. പാരലോ പൈപ്ഡ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് പാരലായിട്ട് പോകുന്നു. പാരലോ പൈപ്ഡ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. ഇത് ഓക്കെ, അതെന്ന് പറഞ്ഞു. ഇനി ടോട്ടൽ ചാർജ് ഓഫ് ഷീറ്റ്. അപ്പോൾ ഇതാണ് ഷീറ്റിൻ്റെ ടോട്ടൽ ചാർജ് നമ്മൾ Q എന്ന് എടുത്തു. സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ഷീറ്റ്. അപ്പോൾ ആ ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ്. അത് നമുക്കറിയാം സിഗ്മയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ചാർജ് എൻക്ലോസ് ബൈ ഗോസിയൻ സർഫസ്. അപ്പോൾ ഈ
ആ ഗോസിയൻ സർഫസിൻ്റെ ആ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്ന് പറയുമ്പോൾ ആ എന്താ ഇതിൻ്റെ കൂടെ ഏരിയ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ചാർജ് ഡെൻസിറ്റിയുടെ കൂടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ കൂടെ എന്താണ് ഏരിയ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സിഗ്മ എ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ അടുത്തെഴുതേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഗോസിയൻ സർഫസിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ, ഇനി അവിടെ കൂടെയുള്ള ഈ ഗോസിയൻ സർഫസിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് 2 ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അത് രണ്ടും ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞ് എഴുതി വെക്കും. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്, അതെന്താണ് ഇക്വേഷൻ? 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ ഇതേ ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്, അതാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി. എന്താണ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ എ എന്ന് എഴുതാം. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ? ഇലക്ട്രിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ. ഓക്കെ, അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ എ എന്ന് പറഞ്ഞ് ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം. ഇനി അതുപോലെ തന്നെ വേറൊന്നുണ്ട്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസിന് വേറൊരു ഇക്വേഷനും ഉണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇത് വീണ്ടും എഴുതുവാണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞെഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് സർഫസ്? 3 പാർട്ടുണ്ട്. ഇവിടെ ഒരു ഡി എസ് ഉണ്ട് അല്ലേ, ഈ ഒരു യൂണിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡി എസ് ഉണ്ട്, ഇവിടെ ഒരു ഡി എസ് ഉണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടെ നമ്മൾ സം ചെയ്ത് വേണം ഇവിടെ ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ഫൈ എങ്ങനെ നമുക്ക് എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ്, അപ്പോൾ ഈ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് സർഫസിലും കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ 1 എന്ന് പറഞ്ഞു, ഇവിടെ ഒരു ഡി എസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെയുള്ള ഫ്ലക്സ്, പിന്നെ ഇതാ രണ്ടാമതെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഈ ഇവിടെ ഡി എസ്. അപ്പോൾ ഇതിലൂടെയുള്ള ഫ്ലക്സ്, മൂന്നാമത്തെ പാർട്ട് ഇതിലൂടെയുള്ളൊരു ഫ്ലക്സ്. അപ്പോൾ അത്രയും കൂടെ ആഡ് ചെയ്യുകയാണ് അടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നു, അതായത് പാരലായിട്ട് പോകണം. അപ്പോൾ അവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ. ഇവിടെ ഈ ഫസ്റ്റ് പാർട്ടിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ തീറ്റ 0 ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ പാരലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇങ്ങനെ ഇതിൽ പാരലായിട്ട് പോകുന്നുണ്ട്, അവിടുത്തെ ഉള്ള ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് വെച്ചാൽ 0 ആവും. അപ്പോൾ ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയ്ക്ക് പകരം കോസ് 0 എന്ന് എഴുതും. പ്ലസ് അടുത്തത് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് രണ്ടാമത്തെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയാണ്, മുകളിൽ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. ഈയുടെ ഡയറക്ഷൻ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇതുമായിട്ട് എന്താണ് ഇവിടെ നോക്കിക്കേ, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഈ പൈപ്പിന് നേരെ പാരലായിട്ട് പോകുന്നു. അപ്പോൾ ഇവ തമ്മിലൊരു ആംഗിൾ മേക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ തീറ്റ 0. ഇവിടെ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ ഡയറക്ഷൻ നോക്കിക്കേ, ഈ ആരോ എന്ന് പറഞ്ഞത് ഇത് ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇവ തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യും 90 ഡിഗ്രി, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ട് 90 ഡിഗ്രി. അപ്പോൾ ഇ ഡി എസ് കോസ് 90 ഡിഗ്രി കോസ് 90 പ്ലസ് അടുത്തത് എന്താണ് ഇവിടെയും നേരത്തെ സെയിം തേർഡ് സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്താണ് ഇവിടെ ആംഗിൾ മേക്ക് ചെയ്യില്ല, തീറ്റ 0 ആവും. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇനി എന്താ ഇവിടെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം കോസ് 0, ഇവിടെ കോസ് 0യുടെ വാല്യൂ എത്രയാണ്? കോസ് 0 1 ആണ് അല്ലേ. കോസ് 90യോ? കോസ് 90 0. അപ്പോൾ ഈ ടൈം എങ്ങനെയാവും? കോസ് 0 1. അപ്പോൾ 1 ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. അപ്പോൾ പ്ലസ് ഇവിടെ കോസ് 90 എന്താണ്? 0. അപ്പോൾ 0 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആവും. 0 പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ ഇവിടെയും കോസ് 0 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി
സർഫസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രണ്ടിടവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന് ഇയെ പുറത്തെടുത്താൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? ഈ എ എന്ന് പറയുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ പ്ലസ് ഇവിടെയും എന്താണ് ഈ സെയിം തന്നെ. അപ്പോൾ ഈ നമ്മൾ പുറത്തെടുക്കും, അപ്പോൾ ഈ ഇവിടെ കിട്ടും. പിന്നെ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇ എ എന്നില്ല. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? അപ്പോൾ ഇ എ പ്ലസ് ഇ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? 2EA എന്ന് എഴുതാം. 2EA എന്ന് എഴുതാം. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മൾ എന്തായാലും phi = 1/ε0 × σa, അതായത് ഇക്വേഷൻ നമ്പർ 1 അല്ലേ. നമുക്ക് ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എഴുതുക. അതായത് ഫൈയുടെ വാല്യൂ ഇതും തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. ഈ 1/ε0 × σa = 2EA എന്ന് നമുക്ക് കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം? രണ്ടും ഫൈ അല്ലേ, ഫൈക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു ഇക്വേഷൻ 2. അപ്പോൾ ഇതിന് നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പം 1/ε0 × σa = എന്തെഴുതാം? 2EA എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എ ഉണ്ട്, അപ്പോൾ അതങ്ങ് ക്യാൻസലായി പോകും. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ വേണമെങ്കിൽ അപ്പോൾ ഈ എയും ക്യാൻസലായി പോകും. ഇനി ഈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ കണ്ടുപിടിക്കാൻ ഈയുടെ കൂടെ കിടക്കുന്ന ഈ 2വിനെ എന്ത് ചെയ്യണം? സംഖ്യ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സംഖ്യ അപ്പുറത്ത് വരുന്നത് എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് 1 × സിഗ്മ എന്നെഴുതാം. σ/ε0യുടെ കൂടെ എന്താണ്? ഒരു Qε0 = E എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E = σ/2ε0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഡിസ്റ്റൻസായിട്ട് വന്നില്ല. നമുക്കിതൊന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കൺക്ലൂഷനിലൊക്കെ എത്തും. അപ്പോൾ ഇതാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ? E = σ/2ε0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഈ 3 ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യനാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. ഇനി നമുക്ക് ആനുവൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ 2025 ആനുവൽ എക്സാമിന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ് 1 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഈസ് നോൺ ആസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത്? അതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അത് 1 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ കഴിഞ്ഞു, ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായത്. ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ നേരത്തെ നമുക്കറിയാം എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഒരു 2 ചാർജുകൾ ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പിന്നെ അതിൻ്റെ എന്താണ് ചാർജ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. അതൊരു നമ്മൾ പഠിച്ചില്ലേ +Qവും എന്താണ് -Qവും എന്താണ് അവയൊരു ഡിസ്റ്റൻസ് 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ വെക്കും. ആ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞായിരുന്നത് അല്ലേ. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ആ ചാർജസ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറും. ഓക്കെ, അങ്ങനത്തെ ഉള്ളത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാനാണ്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ എന്താണ് ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, അപ്പോൾ പ്രോഡക്റ്റ് ഗുണനഫലം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P = Q × 2a. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഡൈപോൾ മൊമെൻറ്റിനുള്ള ഡെഫിനിഷൻ എഴുതാൻ പറ്റും. അതായത് ഡൈപോൾ മൊമെൻറ്റ് വെക്ടർ P എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ഗുണനഫലം, പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ്
എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. ആ ചാർജുകൾക്കിടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂടെ ഒന്ന് ഓർക്കണം, കൂളോം മീറ്റർ. കാരണം നമുക്ക് ചിലപ്പോൾ SI യൂണിറ്റ് ഓഫ് ഇതൊന്ന് ചോദിച്ച നേരത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂടെ ഓർക്കണം. എന്താണ് കൂളോം മീറ്ററാണ്. കൂളോം മീറ്ററാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ എന്താ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് രണ്ടും കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. പിന്നെ അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെൻ വിൽ ഇറ്റ് ബിക്കം മാക്സിമം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ മാർക്ക് എങ്ങനെയാണ്, സ്കോർ എത്ര മാർക്കിന്. ഇപ്പോൾ 1 മാർക്കിനാണ് ചോദിക്കുന്നത്, ആ എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ മതി അല്ലേ. ഈ 2 മാർക്കിനാണെങ്കിൽ ആ എക്സ്പ്രഷനും എഴുതുക, പിന്നെ എപ്പോഴാണത് മാക്സിമം ആവുന്നതെന്ന് എഴുതുക. അല്ല 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് അതിന് ഫിഗറൊക്കെ വരച്ച് എഴുതണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വലിയ 2 മാർക്കിനായിരുന്നു. അപ്പോൾ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ട് ആ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഓക്കെ, ടോർക്കിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ടോർക്ക് എഴുതുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ PE sin θ എന്നാണ്. നമ്മൾ ആ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കാണും. ഇത് എക്സ്പ്രഷൻ എഴുതാൻ വലിയ മാർക്കിനില്ലാത്തതുകൊണ്ട് നമുക്ക് ആ എക്സ്പ്രഷൻ മാത്രം എഴുതാൻ മതി. അപ്പോൾ ഇതാണ് PE sin θ എന്നാണ് വരുന്നത്. അത് നമ്മൾ വെക്റ്റർ ഫോമിലാണ്. ഈ വെക്റ്റർ ഫോം വേണമെങ്കിൽ നമുക്ക് വെക്റ്റർ ഫോമിലാണ് ചോദിക്കുന്നത്. വെക്റ്റർ ഫോമിൽ എഴുതാനാണെങ്കിൽ എന്താണ് ടോ = വെക്റ്റർ P × E എന്ന് എഴുതാം. ഇനി അടുത്ത അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് വെൻ വിൽ ഇറ്റ് ബിക്കം മാക്സിമം. അപ്പോൾ ടോർക്ക് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ടോർക്ക് മാക്സിമം ആവുന്നതെന്ന് വെച്ചാൽ തീറ്റ, അതായത് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോഴാണ് എന്ന് അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? അപ്പോൾ ടോ ഈസ് മാക്സിമം വെൻ തീറ്റ = 90 ഡിഗ്രി. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആവുന്ന ആ കണ്ടീഷനിലാണ് ടോൻ്റെ വാല്യൂ മാക്സിമം ആകുന്നത്. ഓക്കെ, പിന്നെ ഇനി ആ ആനുവൽ എക്സാമിന് 2025 ഇനി 5 മാർക്കിന് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം. നമുക്ക് എന്താണ് ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. 26 ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷത്തെ 2025 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 26ാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൽ എയും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എ പാർട്ട് എങ്ങനെയാണെന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, എ സ്ഫെറിക്കൽ ഷെൽ അറിയാലോ. സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് R ഈസ് യൂണിഫോംലി ചാർജ്ഡ്. അപ്പോൾ അത് R എന്ന റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലിനെ യൂണിഫോംലി ചാർജ് ചെയ്തിരിക്കുകയാണ്. വിത്ത് ചാർജ് ഏത് ചാർജാണ്? +Q എന്ന് പറയുന്ന ചാർജും ഉണ്ട്. യൂസിങ് ഗോസസ് ലോ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എവിടെയൊക്കെയാണ് ആ പോയിന്റ്? ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ, ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതുപോലൊരു ഫിഗർ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫിഗർ ആദ്യം വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇപ്പോൾ ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ പുറത്തോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗാസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇവിടെ ഈ R എന്ന് പറഞ്ഞ റേഡിയസ് ഉള്ള സ്ഫിയറാണ് നമ്മുടെ ഗാസിയൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ ഞാൻ വരയ്ക്കുന്നത് ശരിയാണെന്ന് അറിയില്ല. നിങ്ങൾ ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നന്നായിട്ട് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കുക, ഒരു ആക്യുറസിയിലൊക്കെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഗാസിയൻ സർഫസ് എന്ന് പറഞ്ഞ് ഈ R എന്ന് പറഞ്ഞ റേഡിയസ് ഉള്ള ആ ഒരു സ്ഫിയറാണ് നമ്മുടെ ഇവിടുത്തെ ഗാസിയൻ സർഫസ്. ഓക്കെ, ഇനി നമ്മളിവിടുത്തെ ചാർജ് ഓൺ ഷെൽ, ആ ഷെല്ലിലെ ചാർജ് നമ്മൾ പറഞ്ഞു +Q. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചാർജ് ഓൺ ഷെല്ലിൽ നമ്മൾ എന്തെടുക്കും? Q എന്നെടുക്കും. ഓക്കെ, ചാർജ് ഓൺ ഷെൽ എന്ന് പറഞ്ഞ് നമ്മൾ Q എന്നെടുക്കും. അപ്പോൾ ഈ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? Q തന്നെയാണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്, എൻക്ലോസ്ഡ്
ബൈ ദ സർഫസ് ഈക്വൽ ടു നമുക്ക് Q എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്താ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് പോകും. ഈ ഡി എസ് ഇവിടെ വരുന്നുണ്ട്. ഫിഗർ വരയ്ക്കുമ്പോൾ ഇത് ആദ്യത്തെ സ്ക്വയറിൻ്റെ റേഡിയസ്, ഇത് അടുത്ത എന്താ ഔട്ട്സൈഡ് അല്ലേ, നമ്മൾ ഫസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെല്ലിന്നല്ലേ പറഞ്ഞു. അപ്പോൾ ആ റേഡിയസിൻ്റെ ഒരു സ്ഫിയറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നോക്കും, ഗോസിയൻ സർഫസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്. അത് നമ്മൾ നേരത്തെയും പഠിച്ചതാണ്. ഇക്വേഷൻ എന്തായിരുന്നു? (1/ε0 ഇൻറ്റു എന്താണ്? ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്. 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഇതൊരു റിവിഷൻ ക്ലാസ്സാണ്. നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ നന്നായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ബേസ് ഒന്നും പറയാതെ അങ്ങ് എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ മോഡലായിരിക്കും ഇത്. മിക്കപ്പോഴും ഇത് ഓരോ വർഷത്തിലും റിപ്പീറ്റ് ചെയ്തും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബാക്കി പഠിക്കുന്നത് നിങ്ങൾ സ്കൂൾ നോട്ട് വെച്ച് പഠിച്ചിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്ത് എഴുതാം? അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് എന്ന് വെച്ചാൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര എഴുതിയിട്ടുള്ള Q ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 1/ε0 ഇൻറ്റു Q എന്ന് എഴുതാം. ഓക്കെ, 1/ε0 ഇൻറ്റു Q. ഇത് ഒരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രോബ്ലം ചെയ്ത പോലെ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതില്ല. അപ്പോൾ വേറൊരു ഇക്വേഷൻ കൂടെ എടുക്കും. ഇതിൽ അതായത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുക്കും. ഓൾസോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് അല്ലാതെ വേറെ രീതിയിൽ എഴുതാം. ഓൾസോ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ EdS cos തീറ്റ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സർഫസ് ഇൻ്റഗ്രൽ EdS cos തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ തീറ്റ ഏതാണ്? തീറ്റ ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ തീറ്റയുടെ ഭാഗത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? സർഫസ് ഇൻ്റഗ്രൽ EdS cos തീറ്റ നമ്മുടെ cos 0 കൊടുക്കും. ഓക്കെ, ഇവിടെ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ EdS cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു EdS എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ EdS എന്ന് കിട്ടും. അതായത് 1 ഇൻറ്റു ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരിക്കും. ഇതിൽ നമുക്ക് എന്താ ഇയെ പുറത്തെടുക്കാം. ഈനെ പുറത്തെടുത്ത സർഫസ് ഇൻ്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ അപ്പോൾ E ഈക്വൽ ടു സർഫസ്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ഫിയർ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ds എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ഫിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് 4πr². അപ്പോൾ ഇത്രയും ടൈമിന് വരെ നമുക്കിവിടെ എന്തെഴുതാം? E ഇൻറ്റു 4πr². അതിൻ്റെ ഏരിയ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 4πr² എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസിലൂടെ ഈ ഒരു ഇക്വേഷൻ എടുത്തു, ഈ 2 ഇക്വേഷൻ കിട്ടി. നമ്മൾ ഇനി ഈ 2 ഇക്വേഷനും വെച്ച് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കെങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ എന്താണ്? നമുക്കിതെടുക്കാം. രണ്ടാമത്തെ E ഇൻറ്റു 4πr². അതൊക്കെ നമുക്ക് എന്താ വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ആണ് വേണ്ടത്. അപ്പോൾ ഈ ഉള്ള ടേമിന് ഞാൻ ഫസ്റ്റ് എഴുതി, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ E ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു എന്താണ്? 1/ε0 ഇൻറ്റു Q എന്ന് കിട്ടും. അല്ലെങ്കിൽ Q/ε ഇൻറ്റു Q എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? E മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈയുടെ കൂടെ ഇത് ഗുണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗുണിച്ചിരിക്കുന്നത് എന്താണ്? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ E ഇസ് ഈക്വൽ ടു എന്താണ്? 1/ε0 ഇൻറ്റു Q. ഇതിനെ ഡിവൈഡ് ബൈ 4πr² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇവിടെ 1/4πε0 കിട്ടില്ലേ? 1/4
4πε0. ഇതിനൊന്ന് ഒരു അറേഞ്ച് ചെയ്ത് ഒരു ഭംഗിക്ക് വരുത്തി ചെയ്യുക. അപ്പോൾ 1/4πε0 ഇൻറ്റു ബാക്കി എന്ത് ചെയ്യും Q/r² കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ E = എന്താ ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ 1/4πε0 ഇൻറ്റു Q/r² എന്ന് പറഞ്ഞാൽ പുറത്തോട്ടായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ആ ഫിഗറിൽ കണ്ടു. ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്, റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ആ ഫിഗറിൽ ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ പുറത്തോട്ട്. അപ്പോൾ പുറത്തോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതുകൂടെ ഇവിടെ എഴുതി വെക്കാം. എന്താ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതാം. ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്, റേഡിയലി ഔട്ട്വേർഡ് എന്ന് എഴുതാം. ഓക്കെ, പുറത്തോട്ടായിരുന്നു. നമ്മൾ ആ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി, അത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഔട്ട്സൈഡ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 2 മാർക്കിനാണ്. അപ്പോൾ 2 മാർക്കിനായതുകൊണ്ട് ജസ്റ്റ് ഇത്ര എഴുതണം. ഇനി അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ ദ സർഫസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ. അപ്പോൾ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ, ഉപരിതലത്തിലാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. അതിന് 1 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ വാരി വരിച്ചൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് അങ്ങനെ തീർത്താൽ മതി. അത് നമുക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫിഗർ പഠിച്ചില്ലേ, ഫിഗർ വരച്ചപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ഓക്കെ, ഫിഗർ വരച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഇവിടെയും ഇങ്ങനെ സ്ഫിയറായിട്ട് വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു റേഡിയസ് R എന്നാണ് എടുത്തത്. അപ്പോൾ ഓൺ ദ സർഫസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഏതെടുക്കും? R. നമ്മൾ ഇങ്ങ് പുറത്ത് വന്നപ്പോഴാണ് R എന്ന് എടുത്തത് അല്ലേ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ അത് ഇത്രയും പോർഷൻ എടുക്കും. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്താവും? R എന്ന് മാറും. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ സ്മോൾ ലെറ്ററിനെ R മാറ്റി എന്താണ്, ക്യാപിറ്റൽ R ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൺ ദ സർഫസ്. അപ്പോൾ ഓൺ ദ സർഫസ് ഓഫ് സ്പെറിക്കൽ ഷെൽ റേഡിയസ് ഈസ് R എന്ന് എഴുതണം. ഓക്കെ, ഓൺ ദ സർഫസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ റേഡിയസ് ഈസ് ഈക്വൽ ടു, റേഡിയസ് ഏതാ? ക്യാപിറ്റൽ R. നമ്മൾ ഇതല്ലേ ഓൺ ദ സർഫസ്. അപ്പോൾ ഇത് ഓക്കെ, ഇതിൻ്റെ പുറത്ത്, ഇവിടുത്തെ നമ്മൾ ആദ്യത്തെ കേസാണ് ഇത്. പുറത്ത് വന്നപ്പോഴാണ്, ഔട്ട്വേർഡ് വന്നപ്പോഴാണ് ഈ റേഡിയസ് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് R എന്ന് എടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്താകുമ്പോൾ ഏതാണ് റേഡിയസ്? ഇത് മുതൽ ഇതുവരെ. അപ്പോൾ R. ഓക്കെ, R എന്ന് എടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മാറും? ഇതിൽ ഈ R ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ 1/4πε0 ഇൻറ്റു Q/r² എന്നുള്ളതായിരിക്കും ഇക്വേഷൻ. അപ്പോൾ അവിടുത്തെ ഓൺ ദ സർഫസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ എന്ന് വെച്ചാൽ 1/4πε0 Q/r². ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് അതിന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയി മാറിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 26th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ B ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്കിനി അത് നോക്കാം. ഇത് A പാർട്ട് മാത്രമേ, 26ൻ്റെ A കഴിഞ്ഞു, 26ൻ്റെ B ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എ പോയിന്റ് ചാർജ് കോസസ് ആൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? 5 തന്നിട്ടുണ്ട്. എത്രയാണ്? -2 × 10⁻14. അപ്പോൾ 1 എഴുതണേ. 1 ഇലക്ട്രിക് ഫ്ലക്സ് തന്നിട്ടുണ്ട്. -2 × 10⁻14 Nm²/Coulomb. അപ്പോൾ അതിനെ മനസ്സിലാക്കുക. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ Nm²/Coulomb എന്ന് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് തന്നിട്ടുണ്ട്. -2 × 10⁻14 Nm²/Coulomb തന്നിട്ടുണ്ട്. ടു പാസ് ത്രൂ എ സ്പെറിക്കൽ ഗോസിയൻ സർഫസ്, ഒരു സ്പെറിക്കൽ ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്യുകയാണ്. അവിടുത്തെ ε0 തന്നിട്ടുണ്ട്. ε0 എത്രയാണ് തന്നിട്ടുള്ളത്? 8.85 × 10⁻12 Coulomb സ്ക്വയർ N⁻⁻1 m⁻⁻2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് എന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് പോയിന്റ് ചാർജ്. ചാർജ് എന്ന് പറയുന്നത്, ചാർജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ Q കണ്ടുപിടിക്കാൻ, നമുക്ക് Q കണ്ടുപിടിക്കാം. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ Q കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എങ്ങനെ ഡെറൈവ് ചെയ്യും? നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ϕ എന്താണ്? Q/ε0 ആണെന്ന് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്.
ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ക്യൂ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ക്യൂ എങ്ങനെയായിരിക്കും? ക്യൂ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു, അതായത് ഈ ക്യൂയുടെ കൂടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ ഇപ്പുറത്ത് സമത്തിന് അപ്പുറത്ത് കൊണ്ടുപോകാൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് ക്യൂ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എപ്സിലോൺ 0 ആയിരിക്കും. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാനാണ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് പോയിൻറ്റ് ചാർജ്. ക്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 5 ഇൻറ്റു എപ്സിലോൺ 0, 5യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? -2 ഇൻറ്റു 10⁻14 അതേ ഇൻറ്റു എപ്സിലോൺ 0 ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഗുണിച്ച് വെച്ചാൽ മതി. ഓക്കെ, 8.85 ഇൻറ്റു 10⁻12 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ പോവുക, കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? -2 ഇൻറ്റു 10⁻, കാൽക്കുലേറ്റർ പവറൊക്കെ എടുക്കാറില്ലോ, 10⁻, അപ്പർ കേസ് ആരോ കൊടുത്തിട്ടാണ് നമ്മൾ 14 കൊടുക്കുന്നത്. അത് ചെയ്യുക. ഇൻറ്റു 8.85 ഇൻറ്റു 10⁻12 നമുക്ക് എത്ര കിട്ടും? 1770 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ വാല്യൂവിനെ തന്നെ നമ്മൾ ഈ വാല്യൂവും ഇതും കൂടെ ഗുണിച്ചിട്ട്, അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1770, ക്യൂവിൻ്റെ യൂണിറ്റ് എന്താണ്? ചാർജിൻ്റെ യൂണിറ്റ് കൂളോം എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -17.7 ഇൻറ്റു 10² എന്നും ആൻസർ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇത്രയും കൂളോം. ക്യൂയുടെ യൂണിറ്റ് കൂളോം എന്നാണ്. കൂളോം. അപ്പോൾ ക്യൂയുടെ യൂണിറ്റ് കൂളോം എന്നാണ്. അപ്പോൾ നമ്മൾ സി എന്ന് യൂണിറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞില്ല. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഗോസിയൻ സർഫസ് ഈസ് ഡബിൾഡ്. അപ്പോൾ റേഡിയസ് നമ്മൾ ഇരട്ടിപ്പിച്ചു. ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ റേഡിയസിന് ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് ഡബിൾ ചെയ്തുകൊണ്ട് വലിയ മാറ്റമൊന്നും വരത്തില്ല. നമ്മൾ എന്തായിരിക്കും? ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഗോസിയൻ സർഫസ് ഈസ് ഡബിൾഡ്. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ഇരട്ടിച്ചു. ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫസ്. ഇരട്ടിച്ചുകൊണ്ട് വേറെ പ്രത്യേകതയൊന്നും വരില്ല, ഈ സെയിം ഫ്ലക്സ് തന്നെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിരിക്കും എന്തായിരിക്കും? സെയിം ഫ്ലക്സ്, ആദ്യം കൊടുത്ത ആ ഫ്ലക്സ് തന്നെ, ഇലക്ട്രിക് ഫ്ലക്സ് തന്നെ ആയിരിക്കും ഇതിലും കിട്ടുന്നത്. ഇത് റേഡിയസ് ഇരട്ടിപ്പിച്ചാലും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 5 = ഏത് തന്നെ ആയിരിക്കും? സെയിം. അതായത് 5 എന്താണ്? -2 ഇൻറ്റു 10⁻14 ഇത് തന്നെ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഓക്കെ, അതായത് ഈ 5 എന്ന് പറയുന്നത് എന്താ? റേഡിയസിന് ഡിപ്പെൻഡ് ചെയ്തില്ല. 5 ഡിപ്പെൻസ് എന്താണ്? ചാർജ് ഇൻസൈഡ്. 5 ഡിപ്പെൻസ് ദ ചാർജ് ഇൻസൈഡ് ഓൺലി. ഓക്കെ, എന്താണ്? ചാർജ് ഇൻസൈഡ് ഓൺലി എന്ന് പറഞ്ഞങ്ങ് എഴുതി വയ്ക്കാം. ഓക്കെ, അതുകൊണ്ട് റേഡിയസ് അത് എത്ര മാറിയെന്ന് പറഞ്ഞും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആനുവൽ എക്സാം കഴിഞ്ഞ വർഷം 2025. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ചോദിച്ച ഫിസിക്സിലെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. പിന്നെ ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലെ അതിന് മുന്നുള്ള വർഷങ്ങളിലുള്ള ചോദിച്ചതും ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഹൗ മെനി ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളോം ഓഫ് ചാർജ്. അപ്പോൾ 1 കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണം, 1 കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കെങ്ങനെ അറിയാം? നമുക്ക് ചാർജ് ക്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. ക്യൂവിൻ്റെ ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? +- NE എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ NE എന്ന് എടുക്കാം. ഓക്കെ, NE എന്ന് വെച്ചാൽ നമ്പർ ഓഫ്. നമ്പർ ഓഫ്. അപ്പോൾ നമുക്ക് ഹൗ മെനി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ N ആണ്, നമ്പറാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻ എങ്ങനെ എഴുതാം? N = എന്താണ്? ഇവിടെ ഗുണിച്ചിരിക്കുന്നത് സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ Q/E എന്ന് എഴുതാം. എന്നിന് Q/E എന്ന് എഴുതാം. ഇനി Q ഇവിടെ തന്നിട്ടുണ്ടോ? Q എന്താണ്? Q 1 കൂളോം ചാർജ്. അപ്പോൾ ചാർജാണ്, Q എന്ന് പറഞ്ഞാൽ ചാർജാണ്. 1 കൂളോം എന്ന് തന്നിട്ടുണ്ട്. ഈയുടെ വാല്യൂ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ചിലർക്ക് തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മളിത് കാണാതെ എപ്പോഴും പഠിച്ചിരിക്കണം. വലിയ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് അറിഞ്ഞിരിക്കണം, അവിടെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ 1.6 ×
-9 1.6 × 10⁻⁻19 കൂളോംബാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് n = ഇതെന്താണ്, ഇതിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എന്താ, q = 1 കൂളോം. ഓക്കെ, 1 കൂളോം ഡിവൈഡ് ബൈ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, 1.6 × 10⁻⁻19 കൂളോംബാണ്. ഓക്കെ, അപ്പോൾ ഈ കൂളോമും ക്യാൻസലായി പോകും. അങ്ങനെയാണ്. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പറിന് ഒരിക്കലും യൂണിറ്റ് കിട്ടത്തില്ല. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ചെയ്യുക. കാൽക്കുലേറ്റർ എടുക്കുക, അടിച്ചു കൊടുക്കുക, കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര കിട്ടും, 6.25 × 10⁻18 എന്ന് കിട്ടും. അപ്പോൾ 6.25 × 10⁻18 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ എത്ര ഇലക്ട്രോൺസ്, ഒരു കൂളോം ചാർജിൽ 6.25 × 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ചോദിച്ച അതേ മോഡൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേമിൽ 2024, അപ്പോൾ 2024 ആദ്യത്തെ ഓണം എക്സാം അതിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. നേരത്തെ ചോദിച്ച അതേ സെയിം മോഡലാണ്. അപ്പോൾ ഇനിയും അതുപോലെ നിങ്ങൾക്ക് നമ്പർ മാറ്റിത്തരാം, അപ്പോൾ അത് ചെയ്യാൻ പഠിക്കുക. ഹൗ മെനി ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 മൈക്രോ കൂളോം. അപ്പോൾ -16 മൈക്രോ കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചാർജ് അറിയാം, ക്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, q = ne. അപ്പോൾ നമുക്ക് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും, q/e എന്നാവും. q ഇവിടെ തന്നിട്ടുണ്ട്, q എത്ര തന്നിട്ടുണ്ട്, -16. q എന്താ, ഇലക്ട്രിക് ചാർജ് -16 മൈക്രോ കൂളോം. ഇനി മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻�6 ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻�6 ആണ്, പവർ 10⁻�6 ആണ് മൈക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോയെ നമ്മൾ മാറ്റി -16 × 10⁻⁻6 എന്ന് എഴുതും. ഓക്കെ, കൂളോം. അപ്പോൾ ഇത് നമുക്ക് q ഇവിടെ കിട്ടും, 16 × 10⁻⁻6 എഴുതും. അതേ ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ്, ഇയുടെ വാല്യൂ എത്രയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില ക്വസ്റ്റ്യൻസിൽ തരും, പക്ഷെ ചില ക്വസ്റ്റ്യനിൽ തരത്തില്ല. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വാല്യൂ, ഈ വാല്യൂ കണ്ടുപിടിക്കുക. 1.6 × 10⁻⁻19 കൂളോമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 1.6 × 10⁻⁻19 ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്ററിൽ നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, 16 ഓക്കെ, അപ്പോൾ നമുക്ക് 10⁻14 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10⁻14 എന്നാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ഇത് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ഇലക്ട്രിക് ചാർജ്. അപ്പോൾ 2 ഇലക്ട്രിക് ചാർജ് ഉണ്ട്, അതിനിടയ്ക്ക് പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്. അപ്പോൾ ഫ്രീ സ്പേസ്, അതായത് വാക്യൂം, ശൂന്യതയിലായിരുന്നപ്പോൾ ആ 2 ചാർജുകൾക്കിടയിൽ പ്രയോഗിച്ച ബലം എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, ഫോഴ്സിനെ വാക്യൂം എന്ന് തന്നിട്ടുണ്ട്, വാക്യൂം = 10 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത്, ആൻഡ് ദ ഫോഴ്സ് റെഡ്യൂസസ് ടു 5 ന്യൂട്ടൺ വെൻ പ്ലേസ്ഡ് ഇൻ എ മീഡിയം. അപ്പോൾ ഒരു മീഡിയത്തിൽ അത് വെച്ചപ്പോഴത്തേക്ക് ആ ഫോഴ്സ് 10 ന്യൂട്ടൺ നിന്ന് അത് കുറഞ്ഞു, അതെത്രയായി, 5 ന്യൂട്ടണായി. അപ്പോൾ ഫോഴ്സ് F മീഡിയം എന്ന് എഴുതാം. F മീഡിയം എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പോൾ ആ മീഡിയത്തിലായിരുന്നപ്പോൾ പ്രയോഗിച്ച ആ ഫോഴ്സ്, ബലം എന്ന് പറഞ്ഞാൽ 5 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത്, ഇൻ എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K. അപ്പോൾ അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, F ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. ഓക്കെ, അപ്പോൾ കെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ K = ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇൻ വാക്യൂം എത്രയാണ്, 10 ആയിരുന്നു. ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പോൾ ഫോഴ്സ് ഇൻ വാക്യൂം എന്ന് വെച്ചാൽ 10ഉം ഫോഴ്സ് ഇൻ മീഡിയം എത്രയാണ്, 2 എന്ന് എഴുതാം. അപ്പോൾ 10 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 5 അല്ലേ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 5 കിട്ടും. അപ്പോൾ അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K എന്ന് പറഞ്ഞാൽ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് K എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ആ വാക്യൂത്തിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ മീഡിയത്തിലുള്ളതാണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയും ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാമെന്നുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 2-ൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 2-ൽ കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദിബ ജാർവി സൈനിങ് ഓഫ്.